ശബരിമലയിൽ ദർശനം നടത്തിയ കനകദുർഗയെയും ബിന്ദുവിനെയും സ്റ്റാഫ് ഗേറ്റിലൂടെ മേലെ തിരുമുറ്റത്തെത്താൻ അനുവദിച്ചത് എങ്ങനെയെന്ന് അറിയില്ല എന്ന് ശബരിമല നിരീക്ഷക സമിതി ഹൈക്കോടതിയെ അറിയിച്ചു. അജ്ഞാതരായ 5 പേരുടെ അകമ്പടിയിലാണ് യുവതികൾ എത്തിയത്. വിഐപികളും ബോർഡ് ഉദ്യോഗസ്ഥരും കടന്നു പോകുന്ന വഴി സാധാരണ ഭക്തരെ പോലീസ് കടത്തിവിടാറില്ല. സാധാരണക്കാർക്ക് പ്രവേശനമില്ലാത്ത കൊടിമരത്തിന് പിന്നിലെ വാതിലിലൂടെയാണ് യുവതികൾ ശ്രീകോവിലിന് മുന്നിലെത്തിയെന്ന വിവരമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സർക്കാരിനെ വീണ്ടും പ്രതിക്കൂട്ടിലാക്കുന്നതാണ് ഈ റിപ്പോർട്ട്. സീസൺ കഴിയുന്നതുവരെ യുവതികൾക്ക് വ്യക്തിഗത പോലീസ് സംരക്ഷണം നൽകരുതെന്ന് മുൻ റിപ്പോർട്ടിൽ പറഞ്ഞതായി സമിതി ചൂണ്ടിക്കാട്ടി. പ്രതിഷേധ ഘോഷയാത്രയിൽ പങ്കെടുത്തതിന്റെ പേരിൽ ചിലരെ തിരുവാഭരണ ഘോഷയാത്രയിൽ നിന്ന് ഒഴിവാക്കരുതെന്നും നിർദ്ദേശം നൽകി. ഈ വിഷയം സംസാരിക്കാൻ SP-യോട് വരാൻ പറഞ്ഞെങ്കിലും DGP-യുടെ നിർദ്ദേശപ്രകാരം പന്തളത്തായതിനാൽ വരാനാകില്ല എന്ന് അറിയിച്ചതിനാലാണ് നിർദ്ദേശം നൽകിയതെന്നും സമിതി അറിയിച്ചു. സമിതിയെ വകവയ്ക്കാതെ പോലീസ് നടപടികളെ പൂർണ്ണമായി വിമർശിക്കുന്ന റിപ്പോർട്ടാണ് സമിതി നൽകിയിരിക്കുന്നത്. ബിന്ദുവിനും കനകദുർഗയ്ക്കും പ്രത്യേക അജണ്ടയുണ്ടോ എന്ന് സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചിരുന്നു. യുവതികൾ ശബരിമലയിൽ ദർശനം നടത്തിയ സംഭവത്തിൽ സർക്കാർ വിശദമായി സത്യവാങ്മൂലം നൽകാൻ ഹൈക്കോടതി ഉത്തരവ് നൽകിയിരുന്നു. ശബരിമലയിൽ സർക്കാരിന്റെയോ പോലീസിന്റെയോ പ്രകടനങ്ങൾ അനുവദിക്കില്ല എന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. വിശ്വാസികളാണോ ദർശനം നടത്തിയ യുവതികളെന്നും ഇവർ ദർശനത്തിനെത്തിയത് പ്രത്യേകമായി എന്തെങ്കിലും സ്ഥാപിച്ചെടുക്കാനാണോ എന്നും കോടതി ചോദിച്ചിരുന്നു. ശബരിമല വിശ്വാസികൾക്കുള്ള ഇടമാണെന്നും നിയമലംഘനം നടക്കുന്നത് പോലീസ് സുരക്ഷയിലാണെന്നും കോടതി പറഞ്ഞു. ബിന്ദുവിന്റെയും കനകദുർഗയുടെയും ദർശനത്തിൽ സർക്കാർ വാശി കാണിച്ചെന്നും നടപടിക്രമങ്ങളെല്ലാം തെറ്റിച്ചെന്നും പരാതി നൽകുന്നതിനിടയിലാണ് നിരീക്ഷക സമിതിയുടെ ഈ പ്രഹരം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.